സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളുടെ പല പ്രചാരണങ്ങളുണ്ടാവും. ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വലിയ ഞെട്ടലായിരിക്കും സ്വാഭാവികമായും UDFൻ്റെ നേതൃത്വം. അപ്പോൾ ഇവിടെ വരുന്ന പ്രചാരണങ്ങൾ ഇപ്പോൾ അറിയാലോ, വ്യാജ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ദുരന്തം നടന്ന ഘട്ടത്തിൽ സ്വരാജ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ പിന്നീട് പൊളിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ സഹിതമുള്ള കൗണ്ടറുകൾ വരുന്നുമുണ്ട്. അതിൽ അത്ഭുതകരമായ ഒരു കാര്യം, ഞാൻ ഇന്നലെ സത്യത്തിൽ അതങ്ങനെ ഈ നവമാധ്യമങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പ്രചരണമാണെന്നാണ് കരുതിയത്. അത് നടക്കാറുണ്ട് പലപ്പോഴും. നവമാധ്യമങ്ങളിൽ പലരും ഉത്തരവാദിത്വമില്ലാതെ പെരുമാറാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അത് കൂടും. അതൊരു എന്താ പറയുക, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് കാണുന്നത്. അതിനെ നമ്മളങ്ങനെ കണക്കിലെടുക്കേണ്ടതില്ല. നമ്മളത് അങ്ങനെ കണ്ട് തള്ളിക്കളയാണ് ചെയ്യുക. പക്ഷേ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മുൻ MLA അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു. അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു നിലവിട്ട് പറഞ്ഞപ്പോൾ ഓർമ്മക്കുറവ് കൊണ്ടോ മറ്റോ പറ്റിപ്പോയതായിരിക്കുന്നു. കാരണം ഞാനത് അദ്ദേഹത്തോട് പരിഭവിക്കുന്നില്ല, എനിക്കതിന് ഒരു മറുപടി പറയണമെന്നുമില്ല. കാരണം പ്രളയം ഉണ്ടായപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പ്രളയം ഉണ്ടായത് 2019 ഇവിടെ. കേരളത്തിൽ മൊത്തത്തിൽ 2018 ആണെങ്കിലും നമ്മുടെ കവളപ്പാറ ദുരന്തം ഉണ്ടായത് 2019. കവളപ്പാറ ദുരന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിലാണ്. ഞാൻ ദീർഘകാലം ജീവിച്ചത് ഈ കവളപ്പാറയുടെ 1-2 കിലോമീറ്റർ മാറി ഞെട്ടിക്കുളം, അവിടെയാണ് ഞാൻ ജീവിച്ചത്. ആ ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ തൃപ്പൂണിത്തുറയിൽ അത്തരത്തിലുള്ള കെടുതികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നു അർത്ഥത്തിൽ. അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം എത്തിയത് ഞാനാണ്. ഇവിടെ അത് വളരെ സാഹസികമായിരുന്നു യാത്ര. മറ്റൊരവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ വളരെ സമയം വിശദീകരിക്കാവുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ ചന്തക്കുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഒരാൾ പൊക്കത്തിൽ വെള്ളമാണ് റോഡിൽ. അവിടെ ഞാനൊരു തോണിയിലാണ് കരിമ്പുഴയിലേക്ക് പോകുന്നത്, വെളിയന്തോട്. ഏതായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ അനുഭവങ്ങളാണ്. ഈ ദുരന്ത മേഖലയിൽ പല ദിവസങ്ങളിലും ഞാനും മുൻ MLAയും ഒരു കുടക്കീഴിലായിരുന്നു. ഒരു കുടക്കീഴിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. അദ്ദേഹം അത് നവമാധ്യമങ്ങളിൽ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഈ മേഖലയിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം മറന്നു പോയിരിക്കാനേ തരമുള്ളൂ. അപ്പോൾ മറവി നമുക്ക് പൊറുക്കാവുന്നതാണ്, അത്രയേ ഉള്ളൂ.